ഞാൻ ആരാണെന്നറിയാതെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. ഞാൻ അവളല്ല, അവള് ഞാനുമല്ല. ഗുഡ് ബൈ. എടി നീ അയ്യോ വിട്, ഞാൻ ചുമ്മാ തമാശക്ക്. നിന്റെ ഒരു തമാശ. നടക്കണേ കൂടെ. അരവിന്ദ, എന്താ പ്രശ്നം? പറഞ്ഞു കൊടുക്കണേ. എന്താടി കരയുന്നോ? ഇവളാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. അന്ന് രാത്രി ഞാൻ പത്നിയുടെ മുറി കയറാനും അവളുടെ കല്യാണം മുടങ്ങാനും ഒക്കെ കാരണക്കാരി ഇവളാ. ഇത് കണ്ടോ? ഇപ്പൊ മറഞ്ഞു നിന്നുകൊണ്ട് ഇവൾ എനിക്ക് നേരെ അയച്ച കത്തായത്. ഇതേപോലെ ഒളിഞ്ഞും മറഞ്ഞു നിന്നുകൊണ്ട് എനിക്ക് കത്തുകൾ അയച്ചോണ്ടിരുന്നത് ഇവളാ. എന്നിട്ടിപ്പോ ഇവൾക്കിതെല്ലാം തമാശയാണ് പോലും. ദ്രോഹി, ഈ കുടുംബത്തിനോട് തന്നെ ചെയ്യണമായിരുന്നു ഇത്. നിന്നെ ഞാൻ എന്തിനാണ് നീ ഇതൊക്കെ ചെയ്തത്? കൊണ്ടുപോ എന്റെ മുമ്പിന്ന്. എനിക്കിനി ഇവളെ കാണണ്ട. ഇങ്ങനെ ഒരു മകളും എനിക്കില്ല. പൊക്കോളണം. ഇനി ആരും ഒന്നും എന്നോട് ചോദിക്കരുത്. പോകാൻ. എന്റെ ജീവിതത്തിലേക്ക് ഒരു ഷോക്കോട് കൂടിയല്ലേ കടന്നു വന്നത്. ഒരു ഷോക്കോട് കൂടി തന്നെ ഞാനും ജീവിതത്തിലേക്ക് കടന്നു വരാം. ആ, ഇതെവിടെയായിരുന്നു? ഞാൻ പെട്ടി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കാം. നമുക്ക് ഉടനെ പുറപ്പെടണം അരവിന്ദന്റെ വീട്ടിലേക്ക്. ഇന്നലെ രാത്രി മുഴുവനും ഞാൻ അരവിന്ദനെ ശ്രദ്ധിക്കായിരുന്നു. ഈ കൊട്ടാരവും ഇവിടുത്തെ അന്തരീക്ഷമൊന്നും അരവിന്ദന് പിടിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അരവിന്ദന്റെ മനസ്സിൽ ഇപ്പോഴും നാടും വീടും അച്ഛനും അമ്മയും കൂട്ടുകാരും ഒക്കെയാ. ആ ലോകം തന്നെയാ ഇനി എന്റെ ഈ ലോകം. അരവിന്ദന് വേണ്ടാത്ത ഈ കൊട്ടാരവും ഇവിടുത്തെ താമസമൊന്നും എനിക്കും വേണ്ട. എന്തെങ്ങനെ നോക്കണേ? എഴുന്നേക്ക്. എഴുന്നേക്കാൻ. വേഗം കുളിച്ച് റെഡിയായിട്ട് വന്നേ. വാ 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 വാ. എന്തിനാ പത്മിനി അഭിനയം? നിനക്ക് എന്നോട് ഒരു പകയില്ലേ? എനിക്ക് നിന്നോട് പകയും അമർഷവും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തിരി മുമ്പ് സത്യം മനസ്സിലാക്കുന്നതുവരെ. തെറ്റ് മുഴുവൻ എന്റേതാ. നിന്റെ പേരിൽ എനിക്ക് കിട്ടിയ കത്തുകളൊക്കെ നീ തന്നെ അയച്ചതാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അതിന്റെ പേരില് നിനക്ക് എന്തൊക്കെ വേദനയും മാനക്കേടും അനുഭവിക്കേണ്ടി വന്നു. ഇപ്പതാ നിനക്ക് എന്റെ ഭാര്യയാകേണ്ടി വന്നു. എന്നിട്ടും എന്നെ വെറുക്കാതെ നിനക്ക് എങ്ങനെയാ പപ്പിക്കുട്ടി എന്നെ ഇത്ര സ്നേഹിക്കാൻ കഴിയുന്നത്? നിന്നോട് ചെയ്തു പോയ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാനും പകരം തരാനും എന്റെ ഒന്നുമില്ല. ഈ ശരീരവും മനസ്സും സ്നേഹവും അല്ലാതെ. മാധവമാമ, ഇതിനുള്ളിൽ എന്താ ഇവിടെ സംഭവിച്ചത്? അതൊക്കെ ഇനി എന്തിനാ ചകഞ്ഞറിയണത്? എന്തായാലും പപ്പിക്കുട്ടിക്ക് നല്ലതല്ലേ വന്നിട്ടുള്ളൂ. പിന്നെന്താ? അതൊന്നുമല്ല ഞാൻ ചോദിച്ചത്. ആരാ എന്റെ പേരിൽ കത്തെഴുതി അരവിന്ദനെ എന്നെയും ചതിച്ചതെന്ന്? അത് ഈ വീട്ടിലെ ആരെങ്കിലും ആണോ? ഈ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ കൊടിച്ചത് പപ്പിക്കുട്ടിയോട് ചെയ്യുവോ? പിന്നെ പിന്നെ ആരാന്നാ ചോദിച്ചത്? ദയവ് ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ അതൊന്നും പറയില്ല. പറയരുതെന്ന് അരവിന്ദൻ ആവശ്യപ്പെട്ടോ? അല്ലാണ്ട് മാധവമാമ മോളോട് വല്ലതും മറച്ചു വെക്കുവോ? അപ്പൊ കത്തെഴുതിയത് അയാൾ തന്നെയാണല്ലേ, അരവിന്ദന്റെ ആ കൂട്ടുകാരൻ? അങ്ങനെ തന്നെയാണ് എന്റെ സംശയം. പക്ഷേ ഒരിക്കലും മോളിത് അരവിന്ദനോട് ചോദിക്കരുത്. അവൻ വെറും പാവമാണ്. അവനെ വിഷമിപ്പിക്കരുത്. ഇല്ല മാധവമാമ, എനിക്കിപ്പോ അരവിന്ദനോട് ഒരു പകയില്ല, ദേഷ്യമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ഇനി ഒരിക്കലും അരവിന്ദനെ ഞാൻ വേദനിപ്പിക്കില്ല. സാരമില്ല. ഹേയ്, നിന്റെ കരച്ചിലും സോറി പറച്ചിലൊക്കെ കണ്ടാ തോന്നും നീ എന്തോ മനഃപൂർവ്വം ചെയ്താണെന്ന്. അയ്യേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. സാരമില്ല. കുറച്ചു മുമ്പ് ഞാൻ ചോദിച്ചില്ലേ നിന്നോട് ചെയ്തു പോയ ദ്രോഹത്തിന് ഞാൻ എന്ത് പ്രായശ്ചിത്താ ചെയ്യേണ്ടതെന്ന്. അതിന് ഈശ്വരൻ എനിക്ക് തന്നൊരു കൊച്ചു ശിക്ഷയത്.
എന്താ അവന്റെ കൈക്ക്? അരവിന്ദ, ഉം? എന്താ നിന്റെ കൈക്ക് പറ്റിയത്? ഒന്നുമില്ലമ്മേ, കുളിക്കാൻ തിളപ്പിച്ച വെള്ളത്തില് അറിയാതൊന്ന് പൊള്ളി, അത്രേ ഉള്ളൂ. ഈ പൊട്ടൻ ഇങ്ങനെയാ, ഒന്നിലും ഒരു ശ്രദ്ധയില്ല. ഇനി മോളാ ഒക്കെ നോക്കേണ്ടത്. വാ. സാവിത്രി, നിലവിളക്ക് വാങ്ങിച്ച് കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്ക. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് വലതുകാലം ഉച്ചാത്തേക്ക് കയറിക്കോളൂ. വന്നില്ലേ അവൻ? ചന്തു, ഈശ്വര, ചേട്ടത്തി എന്താ ഇത്? വെറുതെ കുട്ടിയെ പേടിപ്പിക്കാതെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോയേ. വരൂ മോളെ. അവനിങ്ങോട്ട് വരാതിരുന്നത് മനഃപൂർവ്വ. അവന് പപ്പി ഇഷ്ടമല്ലല്ലോ. പത്മിനിയെ നിനക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ, ഇപ്പൊ അതൊക്കെ മാറിയില്ല. അതുപോലെ അവന്റെ ദേഷ്യം മാറിക്കോളും. ജോയി, ഞാനൊരു കാര്യം നിന്നെ ഏൽപ്പിക്കുക. ചന്തുവിന്റെ ഉമ്മയുടെ കല്യാണ കാര്യം അത് ഉടനെ നടത്തണം. ഒരു കല്യാണത്തിന് ക്ഷീണം അങ്ങോട്ട് മാറി വരുന്നേ ഉള്ളൂ. അതിനു മുമ്പ് വേറൊരു കല്യാണം വേണം. അല്ലെങ്കിൽ അവൻ പതുക്കെ പതുക്കെ നമ്മളീ നിന്ന് അകന്നു പോവും. അവരുടെ വിവാഹകാര്യം അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ അവതരിപ്പിച്ച് എല്ലാവരുടെയും സമ്മതം ഇപ്പൊ തന്നെ നീ മേടിച്ചു തരണം. ഇപ്പൊ തന്നെ? അതെ. അവൻ വരുമ്പോ എനിക്ക് അവനോട് ഈ സന്തോഷ വാർത്ത അറിയിക്കണം. ഉമേ, ഞാൻ പ്രായശ്ചിത്തം ചെയ്യാൻ പോവുകയാണ്. മുമ്പൊരിക്കൽ ഉമയുടെ പ്രേമം ഞാൻ കലക്കിയില്ലേ? ഇപ്പൊ അതേ പ്രേമം അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ വെളിപ്പെടുത്താൻ പോവാ. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നെ കൊല്ലാനായിട്ട് ഇറങ്ങിയിരിക്കുക? അരവിന്ദൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നെ കൊല്ലാനോ? അച്ഛനെ അമ്മയും കൊണ്ട് സമ്മതിപ്പിക്കാൻ നിങ്ങളുടെ കല്യാണക്കാര്യം. സന്തോഷിക്കാറായിട്ടില്ല, വരട്ടെ. അച്ഛനും അമ്മയല്ല പ്രശ്നം, മറ്റു രണ്ട് പാഷാണങ്ങളുണ്ടല്ലോ, വല്യച്ഛനും വല്യമ്മയും. സാരമില്ല, നമുക്ക് നോക്കാം. ഉമ എന്റെ കൂടെ സ്ട്രോങ് ആയിട്ട് നിന്നാ മതി, ബാക്കി ഞാൻ ഏറ്റു. സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കാനല്ല പറഞ്ഞത്. വാ വല്യമ്മേ, അമ്മേ, അച്ഛാ. ഓ, അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. അരവിന്ദ, വല്യച്ഛ, എല്ലാരും ഒന്നിങ്ങ് വന്നേ. ഈ ഉമ ചോദിച്ച ഒരു ചോദ്യം കേട്ടോ. പത്മിനി വലിയ കൊട്ടാരത്തിലായതുകൊണ്ടല്ലേ വല്ല പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയുമായിരുന്നെങ്കിൽ അച്ഛനോ അമ്മയോ വല്യമ്മയോ വല്യച്ഛനോ അവളെ ഇതുപോലെ സ്വീകരിക്കുമായിരുന്നോ എന്ന്. നീ അങ്ങനെ ചോദിച്ചോ? പൂങ്കുളത്തുകാരെ പറ്റി നീ അങ്ങനെയാ കരുതിയിരിക്കുന്ന? ഇവിടത്തെ പയ്യൻ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുന്ന ഒരു പെൺകുട്ടി പണക്കാരിയാണോ പാവപ്പെട്ടവളാണോ നമ്മൾ പൂങ്കുളത്തുകാർ നോക്കാറില്ല. അതെ, ഇനി ഉമക്കുട്ടിയാണ് ഒരാളെ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവരുന്നെങ്കിൽ പോലും നമ്മൾ പൂങ്കുളത്താർ സന്തോഷത്തോടു കൂടി രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. അല്ലാതെ സ്വത്തും കൊട്ടാരം ഒന്നും അല്ല കാര്യം. എന്താ? ഓക്കേ, ഇപ്പൊ ഉമയുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയല്ലോ. എന്നെ വിളിച്ചോ? ഏട്ടനും വന്നു കഴിഞ്ഞു. ഇനി ഉമയുടെ മനസ്സിലുള്ള ആളിനെ കുറിച്ച് ധൈര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞോളൂ. എന്തിനാ പേടിക്കുന്നത്? ഇവരൊക്കെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഉമേ, നീ എന്തിനുള്ള പുറപ്പാടായത്? അമ്മ പ്രേമിക്കുന്നത് പോലെ, സോറി, പേടിക്കുന്നത് പോലെ ഇത് പ്രേമവും പ്രണയവും അല്ല. ഉമയ്ക്ക് ഒരാളോട് ഇഷ്ടമുണ്ട്. നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടമാവുമെങ്കിൽ ഉമയ്ക്കും അത് ഇഷ്ടാവും. നീ വെറുതെ ഉരുണ്ട് കളിക്കേണ്ട ആളാരാണെന്ന് പറ ജോയ്. ആള് വേറെ ആരുമല്ല, ചന്തു. ചന്തുവോ? നമ്മുടെ ചന്തുവോ? സോറി, അതെ. അതെങ്ങനെ ശരിയാവണേ? ഈ കുടുംബത്തിന്റെ നിലയും വിലയും കൂടെ നോക്കണ്ടേ? കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ കളിയാ? അതൊരു പെൺകുട്ടിയുടെ. ഇത് ശരിയാവില്ല. അപ്പൊ ഇത്തിരി മുമ്പ് നിങ്ങൾ പറഞ്ഞതോ ആരായാലും നിങ്ങൾക്ക് സമ്മതമാണെന്ന്? അത് നീ നാടകം കളിച്ച് ഞങ്ങളെ ചതിച്ചല്ലടാ. എടാ ജോയ്, എന്തോ എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ട് ബുദ്ധി? ഇവൾക്ക് ചന്തുവിന് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അതിന് എതിര് നിൽക്കോ? അല്ല, എന്നാലും ഇത് ചേട്ടൻ തന്നെയല്ലേ അല്പം മുമ്പ് പറഞ്ഞത് ഉമ ഇഷ്ടപ്പെടുന്ന ആളെ നമ്മൾ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുമെന്ന്. അപ്പോ അത് അങ്ങനെ തന്നെ നടക്കട്ടെ.